ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നവംബർ 19 നമ്മൾ അവന്റെ ഹാഫ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് അന്നത്തെ മെമ്മറീസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന വിചാരിച്ചിട്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പൊ അന്നത്തെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ജോ. അപ്പോൾ ഹാഫ് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഹാഫ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ക്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ ആൾക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ട് നിന്ന് തരും കേട്ടോ. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെയായിരുന്നു കേട്ടോ നമ്മുടെ കേക്ക്. അതായത് നമ്മൾ ആ ഒരു പ്രായത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റംസൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മൾ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ കേക്കിൽ നോക്കുമ്പോൾ തന്നെ കാണാം ഫീഡിങ് ബോട്ടിൽ, അതുപോലെ തന്നെ ക്രാഡിൽ, പിന്നെ ആ ഒരു സമയത്ത് യൂസ് ചെയ്യുന്ന ടോയ്സ്, പിന്നെ ഡ്രസ്സായാലും ഗേളിൻ്റെയും ബോയിൻ്റെയും ഡ്രസ്സുണ്ട്, പിന്നെ അതുപോലെ തന്നെ ടെഡി ബെയറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കേക്കിൽ. പിന്നെ ബ്ലൂ കളർ തീം ആയതുകൊണ്ട് തന്നെ ഒരു ബ്ലൂ കളർ കേക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടെഡി ബെയറൊക്കെ വെച്ചു. പിന്നെ ഇതുപോലൊരു ബോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബോർഡിൽ നമ്മൾ തന്നെ ലെറ്റേഴ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഐ എം ഹാഫ് വേ ടു വൺ എന്നൊക്കെ എഴുതി. പിന്നെ വേറൊരു ബോർഡും നമ്മൾ വാങ്ങിച്ചപ്പോൾ തന്നെ ആ ഒരു കിറ്റിലുണ്ടായിരുന്നതായിരുന്നു. അങ്ങനെ അതും ഒരു സൈഡിൽ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതുപോലെ എല്ലാ മാസത്തെയും ഫോട്ടോസ് നമ്മൾ അതിൽ ആ 1 to 12 എന്നുള്ള പോലെ ഓരോ മാസത്തെയും നമ്മൾ ആ ഫോട്ടോസ് നമ്മളങ്ങനെ 6 months ആയതുകൊണ്ട് ആ 6നെ ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മളങ്ങനെ എല്ലാ മാസത്തെയും ഫോട്ടോസ് എടുക്കാറുണ്ട്. അപ്പോൾ ഹാഫ് ബർത്ത്ഡേ ആയതുകൊണ്ട് 6ാം മാസത്തെ ഞാനിവിടെ ഷെയർ ചെയ്തെന്ന് മാത്രം. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ രണ്ടാളും കൂടെ ഇരുന്നിട്ട് ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ നമ്മളെടുത്തു. അപ്പോൾ നമ്മൾ താഴെ ഇരുന്നിട്ട് ചെയ്യുന്ന പോലെയാണ് നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചില കുട്ടികൾ 6 മാസമൊക്കെ ആകുമ്പോഴേക്കും ഇരുന്ന് തുടങ്ങുമല്ലോ. അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മൾ അങ്ങനെ വിചാരിച്ചത്. പക്ഷേ അവൻ കുറച്ച് സ്ലോ ആയിരുന്നു. 6ാം മാസം ആയപ്പോഴേക്കും കമന്ന് ഇങ്ങനെ കിടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കാനൊന്നും അവൻ ആ ഒരു പ്രായത്തിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ അവിടെ കിടത്തിയിട്ട് കേക്കിൻ്റെ അടുത്തൊക്കെയാണ് നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. വലിയ കുഴപ്പമില്ലാതെ ഫോട്ടോസിനൊക്കെ പോസ് ചെയ്തിട്ട് ആൾ കുറച്ച് നേരമൊക്കെ ഇരുന്നത് കാരണം നമുക്ക് നല്ല കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങനെ എടുക്കാനൊക്കെ പറ്റിയിട്ടോ. അവൻ്റെ ആദ്യത്തെ ഒരു കേക്ക് കഴിക്കുന്നതും അവൻ ആ ഒരു സമയത്ത് തന്നെയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ശരിക്കും ഫുള്ളായിട്ടൊരു കേക്കിൻ്റെ ടേസ്റ്റ് അവൻ അറിയുന്നത്. അങ്ങനെ നമ്മളുടെ ചെറിയ രീതിയിലുള്ളൊരു ഹാഫ് ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മൾ ഇങ്ങനെയായിരുന്നു ചെയ്തത്. ഞാനൊരു വീഡിയോ എടുക്കാൻ കാരണം നമ്മൾ ഫോണിൽ നമ്മൾ നോക്കുമ്പോൾ അറിയാലോ, നമ്മുടെ ഫോട്ടോസിലൊക്കെ പഴയ ഫോട്ടോസും മെമ്മറീസും അല്ലെങ്കിൽ 4 years ago 3 years ago എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പഴയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിൽ ഇങ്ങനെ വരും. ഓരോ ദിവസവും നമ്മൾ അന്ന് ആ ഒരു വർഷം എടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ഫോട്ടോസ് കിട്ടിയപ്പോഴാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നവംബർ 19 അവന്റെ ഹാഫ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നവംബർ 19 എന്ന് പറയുമ്പോൾ 2020, അതായത് നമ്മുടെ കോവിഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഇയറിലായിരുന്നു അവന്റെ ഹാഫ് ബർത്ത്ഡേ. അപ്പൊ അവന്റെ ബർത്ത്ഡേ വരുന്നത് May 19 അപ്പോൾ നവംബർ 19 ആകുമ്പോഴാണല്ലോ 6 months ആവുന്നത്. അപ്പോൾ നവംബർ 19 നമ്മൾ അവന്റെ ഹാഫ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്റെ വീട്ടിൽ തന്നെ നമ്മൾ വെറുതെ പിന്നെ ഓൺലൈൻ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടക്കാനും അതിനൊക്കെയുള്ള സൗകര്യങ്ങളുള്ള സമയമായിരുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പൊ ഒരു ഹാഫ് ബർത്ത്ഡേക്ക് പറ്റിയ അതിനുള്ള ഒരു ഡെക്കറേഷൻ സാധനങ്ങളുടെ ഒക്കെ ഒരു കിറ്റ് വാങ്ങിച്ചു. പിന്നെ എന്താ പറയാ, ബേബി ബോയ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ബ്ലൂ കളർ തീമാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ബ്ലൂ കളറിലുള്ള നമ്മൾ ഡ്രസ്സ് മോനായാലും ഞങ്ങൾ രണ്ടാളും അങ്ങനത്തെ അതിനോട് മാച്ച് ആവുന്ന കളർ ഡ്രസ്സൊക്കെ എടുത്തു. അതിന് വേണ്ടി എടുക്കല്ല, നമ്മുടെ കയ്യിലുള്ള അതിനുള്ള ഡ്രസ്സുകൾ കളർ നമ്മൾ അങ്ങനെ വിചാരിച്ചു. അപ്പൊ നമ്മൾ ബ്ലൂ കളർ ആയിരുന്നു നമ്മുടെ ഡ്രസ് കോഡ് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഒരു കേക്ക് പറയണമല്ലോ. അപ്പൊ എന്തായാലും നമുക്കറിയാം ഹാഫ് ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ കേക്ക് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഫുൾ കേക്ക് ആയിരിക്കില്ല, കേക്കില്ല ഹാഫ് ആയിരിക്കും നമ്മൾ ഹാഫ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പൊ നമ്മള് കുറെ ഫോട്ടോസ് ഒക്കെ നോക്കി അങ്ങനെ കുറെ ഇതുകളൊക്കെ കണ്ടപ്പോൾ നമുക്ക് അതിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു മോഡൽ വെച്ചിട്ടാണ് നമ്മൾ കേക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ കേക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ അപ്പോഴാ യൂസ് ചെയ്യുന്ന ടൈമിൽ അവന്റെ ടോയ്സ് അല്ലെങ്കിൽ ആ ഒരു 6 മാസം പ്രായമുള്ള കുട്ടി എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും യൂസ് ചെയ്യുക. അവന്റെ ഒരു ഫീഡിങ് ബോട്ടിൽ ഉണ്ടായിരിക്കും, പിന്നെ അവന്റെ കയ്യിൽ പിടിച്ച് കളിക്കുന്ന പോലത്തെ ടോയ്സ് ഉണ്ടാവും, പിന്നെ അവന്റെ ആ ഒരു സമയത്ത് ഇടുന്നത് ആ ഒരു എന്താ പറയാ അങ്ങനത്തെ ഡ്രസ്സ്,
ആ ഒരു ടൈപ്പ് ഡ്രസ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അതിന്റെ ഒക്കെ ചെറിയ ചെറിയ മോഡൽസ് വെച്ചിട്ടുള്ള ഒരു ബ്ലൂ കളറിലുള്ള ഒരു കേക്ക് ആയിരുന്നു നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അപ്പൊ കേക്കായി, പിന്നെ ചെറിയ ചെറിയ ഡെക്കറേഷനുള്ള കാര്യങ്ങളായി. നമ്മുടെ വീടിനുള്ളിൽ തന്നെ ചെയ്യുന്നതായതുകൊണ്ട് വലിയ ആർഭാടമൊന്നുമില്ല. പക്ഷെ എങ്കിലും അന്ന് അത് ചെയ്യുന്ന സമയത്ത് വലിയ ഇതൊന്നും തോന്നിയില്ലെങ്കിലും ഇപ്പൊ ഒരു 4 കൊല്ലം കഴിഞ്ഞിട്ട് അതൊക്കെ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഫോട്ടോസ് ഇന്ന് കിട്ടിയപ്പോ അത് വലിയൊരു സന്തോഷമായിരുന്നു. കാരണം അന്നത്തെ അവന്റെ ആ ഒരു ഇതിന്ന് അവനിപ്പോ എത്രത്തോളം വളർന്നു എന്നുള്ളതും ആ ഒരു സമയത്ത് നിന്ന് എത്രത്തോളം ചേഞ്ച് വന്നു എന്നുള്ളതൊക്കെ നമുക്ക് കാണാനും അതൊക്കെ ആലോചിക്കാൻ പറ്റുന്ന കാരണം അത് ഒരു സന്തോഷം. അപ്പോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നു വിചാരിക്കുന്നു. അപ്പൊ ഒരു കോവിഡ് സമയത്ത് ഒരു ഹാഫ് ബർത്ത്ഡേ സെലിബ്രേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്നും കാര്യങ്ങൾ കയ്യിൽ കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് ഉള്ളത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയായിരുന്നു സെലിബ്രേറ്റ് ചെയ്തെന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിലും വലിയ ആർഭാടമൊന്നും ആയിട്ടുള്ളതല്ല. അപ്പോൾ ആ ഫോട്ടോസ് എന്റെ ഫോണിൽ വന്നപ്പോൾ ജസ്റ്റ് ആ ഒരു മെമ്മറി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ എങ്ങനെയായിരുന്നു നമ്മളുടെ ആ ഒരു സെലിബ്രേഷനെ കുറിച്ച്, എങ്ങനെയായിരുന്നു സെലിബ്രേറ്റ് ചെയ്തുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുന്നു വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ കൂടെ ഇനി വീണ്ടും കാണാം. അതുവരെ ബൈ.